അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി വസഹ്ബി വസല്ലം അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഈ വേദിയിലുള്ള ബഹുമാനതരായ ഉസ്താദുമാർ, വിധികർത്താക്കന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, കേവലം ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഞാൻ ചില സുപ്രധാന വാക്യങ്ങൾ മാത്രം കുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. യുദ്ധം മനുഷ്യരാശിയെ വിയർപ്പിക്കാനും വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന മാരക വിപത്താണ് യുദ്ധം. ഇസമയത്തും യുക്രൈനിലും ഫലസ്തീനിലും യുദ്ധക്കെടുതികളാൽ ജനകോടികൾ പൊറുതിമുട്ടുകയാണ്. എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിൽ ഇരുമ്പിയെത്തുന്ന മാരക യുദ്ധങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. 1,00,000-ൽ പരം ആളുകൾ തത്സമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും 1,50,000-ൽ പരം ആളുകൾ റേഡിയേഷന്റെ പ്രത്യാഘാതം മൂലം ഇഞ്ചിഞ്ചായി മൃതിയടയുകയും ചെയ്ത ഹിരോഷിമ ബോംബിംഗ് എന്തു സമാധാനമാണ് സമ്പാദിച്ചത്. 4,630 കിലോഗ്രാം ഭാരവും 3.5 മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ അന്ന് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3,00,000-ഓളം മനുഷ്യജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത്. മാത്രമല്ല, അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ്. 37 മില്യൺ മനുഷ്യർ മരിച്ചു വീണ ഒന്നാം മഹാലോക യുദ്ധവും 72 ദശലക്ഷം പേരുടെ രക്തം ചീന്തിയ രണ്ടാം ലോക മഹായുദ്ധവും സമാധാനത്തിന്റെ ഏത് വെള്ളരിപ്രാവിനെയാണ് പറത്തിവിട്ടത്. യുദ്ധം സമാധാനം ഉണ്ടാക്കുകയല്ല, മറിച്ച് മാനവകൂലത്തിന്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥയ്ക്കും സ്വസ്ഥതയ്ക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത്. തുടങ്ങി നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുകയാണ് യുദ്ധം. സാമ്രാജ്യത്വം യുദ്ധത്തെ മലിനമായി ഉപയോഗിക്കുന്ന രീതിയാണ് നാം കാണുന്നത്. അതിനുപരി വൻതോതിലുള്ള ആയുധങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് പല ഭരണകൂടങ്ങളും ലക്ഷ്യമാക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള യുദ്ധക്കൊതിയന്മാരാണ് മിക്ക സംഘർഷങ്ങൾക്കും പിന്നിലെ ദുഷ്ടലാക്കർ. ദേശീയയുടെയും രാജ്യസുരക്ഷയുടെയും പേരിൽ മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം ഉറപ്പിക്കാൻ സാമ്രാജ്യത്വം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ്. പഞ്ചുമേശയുടെയും ഇറാനിന്റെയും നീലാകാശത്ത് കാണപ്പെടുന്ന അലോസരങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. യുദ്ധം വരുത്തിവെക്കുന്നത് നഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളാണ്. പാവപ്പെട്ട ഗസയുടെ തെരുവോരങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്കിരയാകുന്നത്. മൃതിയടയുന്നവരുടെ അക്കക്കണക്കുകൾക്കപ്പുറം അംഗവിച്ഛേദം സംഭവിച്ചോട് ആയിരങ്ങളുടെ അർത്ഥനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നിലംപരിശായ ഭവനങ്ങളിൽ നിന്നും പ്രാണവരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായി ജീവിതം അനുഭവിക്കുന്നവർ, അന്നവും അറിവും മുറിവിനുള്ള മരുന്ന് നിഷേധിക്കപ്പെട്ട് തെരുവിൽ അലയുന്ന ബാല്യകൗമാരങ്ങൾ. യുദ്ധം വരുത്തിവെക്കുന്ന നഷ്ടങ്ങളുടെ കണക്കിൽ മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം. ഇനിയും അവസാനിക്കാത്ത റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾക്ക് മുമ്പും ആഗോളതലത്തിലെ കൊടും പട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 135 മില്യൺ മനുഷ്യരാണെങ്കിൽ ഇന്നത് 276 ഉയർന്നിട്ടുണ്ട്. യുദ്ധക്കയുകന്മാരോടും രാഷ്ട്രങ്ങളോടും രാജാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് ഒരേ ഒറ്റ വാക്കാണ്. ലിയോ ടോൾസ്റ്റോയുടെ പടിക്കലിൽ അതിങ്ങനെ കാണാം: യുദ്ധം മത്സരത്തിന്റെയും പരസ്പര ശത്രുതയുടെയും കശാപിന്റെയും അവസ്ഥയാണ്. അതിനെ സാഹോദര്യവുമായി ബന്ധപ്പെടുത്തുക എന്നത് അസാധ്യമാണ്. മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ ഗീതമുയക്കേണ്ടത് യുദ്ധത്തിലൂടെയല്ല. സാമൂഹ്യ തിന്മകളുടെ വിപണനത്തിന് ആദർശമല്ല പരിഹാരം. നമ്മുടെ ത്വഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും രാഷ്ട്രപിതാവ് ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും രക്തരഹിത വിപ്ലവത്തിന്റെ മികച്ച മാതൃകകളാണ് ലോകത്തിന് പകർന്നു തന്നത്. അതിനുപരി വിശുദ്ധ ഖുർആനിലെ മാഇദ എന്ന സൂറത്തിൽ അല്ലാഹു തആല പറയുന്നു: അർഹതയില്ലാത്ത ഒരു മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്നവൻ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നത് പോലെയാണ്. എന്നാൽ ഒരാളെ സഹായിച്ചാൽ അവൻ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സഹായിച്ചതുപോലെയാണ്. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.